നമസ്കാരം. പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും അത്ര വ്യക്തതയില്ല. ഈ സംഭവം നമ്മൾ കരുതുന്നത്ര ഒരു നിസ്സാര കാര്യമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം, നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതി, പലരുടെയും കപട രാജ്യസ്നേഹം ഒക്കെ നമുക്ക് വിനേഷിൻ്റെ സംഭവം ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കും. 2018 വിനേഷ് ഫോഗട്ട് അവസാനമായിട്ട് 50 കിലോഗ്രാം വിഭാഗത്തിൽ ഗുസ്തിയിൽ മത്സരിക്കുന്നത്. ആ വർഷം ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയിരുന്നു വിനേഷ്. തുടർന്ന് 2019 ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത് 53 കിലോഗ്രാം വിഭാഗത്തിലാണ്. ഭാരം കൂടിയത് നമുക്കറിയാം, പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരഭാരത്തിന് മാറ്റമുണ്ടാകും. അപ്പോൾ അതനുസരിച്ചുള്ള കംഫർട്ടബിളായിട്ടുള്ള ഭാരവിഭാഗത്തിലാണ് കായിക താരങ്ങൾ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരഭാരമുണ്ട്. അതേതാണെന്ന് മനസ്സിലാക്കി ആ വിഭാഗത്തിലാണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ 2018 6 കൊല്ലങ്ങൾക്ക് മുമ്പ് വിനേഷിന് 22-23 വയസ്സുള്ളപ്പോൾ അവൾ 50 കിലോഗ്രാമിൽ മത്സരിച്ചു, സ്വർണം നേടി. എന്നാൽ അതിനടുത്ത വർഷം 2019 53 കിലോഗ്രാമിൽ മത്സരിച്ച് ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി. 2020 21 ലോകത്തെമ്പാടും നമുക്കറിയാം കൊറോണ മഹാനാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പല കായിക മത്സരങ്ങളും നടന്നില്ല. 2022 വീണ്ടും മത്സരങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ വിനേഷ് ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ വീണ്ടും 53 കിലോഗ്രാമിൽ വെങ്കലം നേടി ഇന്ത്യക്ക് വേണ്ടി. 2023 പക്ഷേ അവൾക്ക് മത്സരിക്കാൻ സാധിച്ചില്ല. 2023 വിനേഷിനെ സംബന്ധിച്ച് വളരെയധികം ദുരിതപൂർണമായ ഒരു വർഷമായിരുന്നു. ആ വർഷം അവളുടെ കാൽമുട്ടിന് ഒരു പരിക്കേറ്റു. അതല്പം ഗുരുതരമായ സ്വഭാവമുള്ള പരിക്കായിരുന്നു. ആശുപത്രിയിലായിരുന്നു ഏതാനും മാസങ്ങളോളം. സർജറി വേണ്ടി വന്നു. അതേപോലെ തന്നെ 2023 നമുക്കറിയാം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആ സമയത്തെ ചെയർമാനായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ്, അയാളൊരു BJP MP ആയിരുന്നു. അയാൾക്കെതിരെ ശക്തമായ ലൈംഗിക ആരോപണ കുറ്റങ്ങൾ നിരത്തിക്കൊണ്ട് ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ സമരം ചെയ്തിരുന്നു. അതായത് പെൺ ഗുസ്തി താരങ്ങൾ. ആ കൂട്ടത്തിൽ വിനേഷ് ഫോഗട്ടും ഉണ്ടായിരുന്നു. അവരാദ്യം പ്രൊട്ടസ്റ്റിന് പോകുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയെങ്കിലും നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിൻ്റെ MPയെ സംരക്ഷിച്ച് നിർത്തുകയാണ് ചെയ്തത്. നടപടിയെടുത്തില്ല. അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുകയും ആം ആദ്മി പാർട്ടിയുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും ഒക്കെ നേതാക്കളെ ഒരു ആരോപണമുണ്ടെങ്കിൽ ആരോപണത്തിൻ്റെ പേരിൽ നടപടിയെടുത്ത് ജയിലിലിടുകയും ഒക്കെ ചെയ്യുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിരവധി മെഡലുകൾ നേടിക്കൊണ്ടുവന്ന കായിക താരങ്ങൾ, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ഇവിടുത്തെ കായിക താരങ്ങൾ തന്നെ, അതും പെൺ കായിക താരങ്ങൾ, സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികളായിട്ടുള്ള കായിക താരങ്ങൾ തന്നെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അയാൾക്കെതിരെ നടപടിയെടുത്തില്ല. ഇവിടെയാണ് നമ്മൾ നരേന്ദ്രമോദിയുടെ കപട രാഷ്ട്രീയം തിരിച്ചറിയേണ്ടത്. അദ്ദേഹം ഒരു സിൻസിയറായിട്ടുള്ള നേതാവായിരുന്നെങ്കിൽ ഇവരുടെ പരാതിയിന്മേൽ ആ സ്പോട്ടിൽ തന്നെ നടപടി എടുക്കണമായിരുന്നു. എന്നാൽ അദ്ദേഹം എടുക്കാത്തത് കൊണ്ട് ഈ പെൺകുട്ടികൾ സമരത്തിനിറങ്ങി. അവർ സമരത്തിനിറങ്ങിയപ്പോൾ അവരെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാർ പോലീസിനെ നിയോഗിച്ചു. പോലീസ് അവരെ തെരുവിലൂടെ വലിച്ചഴിച്ചു. അങ്ങനെ വിനേഷും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഗുസ്തി താരങ്ങളും വളരെയധികം മാനസിക പീഡയും ശാരീരിക ക്ലേശവും ഒക്കെ അനുഭവിച്ച ഒരു വർഷമായിരുന്നു 2023. അവസാനം കോടതിയാണ് അവരുടെ രക്ഷയ്ക്കെത്തുന്നത്. അങ്ങനെ കോടതി ഇടപെട്ട് ബ്രിജ്ഭൂഷൺ സിംഗിന് രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് കാൽമുട്ടിൻ്റെ പരിക്കൊക്കെ ഭേദമായ വിനേഷ് അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്വപ്നമായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്നുള്ളത്. അവൾ അതിനുവേണ്ടിയുള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടു. 53 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് അവിടെ മത്സരിക്കണം എന്ന അവളുടെ നിശ്ചയപ്രകാരം അവൾ കഠിനമായിട്ട് പരിശീലനം തുടങ്ങി. ഒളിമ്പിക്സ് ട്രയൽ പാസ്സായി ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും നേടി. എന്നാൽ 2023 അതേ സമയത്ത് മറ്റൊരു സംഭവം നടന്നു. അതായത് നമ്മുടെ രാജ്യത്ത് നിന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വിനേഷ് പോയില്ലെങ്കിൽ ശരി, ആ സമയത്ത് അന്തിം പങ്കൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി 53 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും അതിൽ വെങ്കലം നേടുകയും ചെയ്തു. അങ്ങനെ വെങ്കലം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് പാരീസ് ഒളിമ്പിക്സിൽ 53 കിലോഗ്രാമിൽ മത്സരിക്കാൻ ഒരു ഫ്രീ സ്ലോട്ട്, ഒരു കോട്ട കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിം പങ്കലിന് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം. അന്തിം പങ്കലിന് പോകാൻ പറ്റില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കായിക താരത്തിന് ഇന്ത്യക്ക് അവിടെ പങ്കെടുപ്പിക്കാനായിട്ടുള്ള ഒരു കോട്ട അവളുടെ ആ വെങ്കല മെഡൽ നേട്ടത്തോടു കൂടി കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിനേഷ് ഫോഗട്ടും ഇതേപോലെ തന്നെ 53 കിലോഗ്രാമിലേക്ക് പരിശീലനമൊക്കെ നടത്തി യോഗ്യത നേടി നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പാരീസ് ഒളിമ്പിക്സിൽ 53 കിലോഗ്രാമിൽ മത്സരിക്കാൻ ഇന്ത്യയിൽ ആ സമയത്ത് 2 താരങ്ങളുണ്ട്. എന്നാൽ ഒരാൾക്ക് മാത്രമേ ഒരു കാറ്റഗറിയിൽ മത്സരിക്കാൻ പറ്റൂ. 53 കിലോയിൽ ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ, 50-ലും ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. കാര്യം ഒരു രാജ്യത്തിന് ഒരു താരത്തെ മാത്രമേ അയക്കാൻ പറ്റൂ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേപോലെ യോഗ്യത നേടിയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ബ്രിജ്ഭൂഷൺ സിംഗ് രാജിവെച്ച് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയൊക്കെ പിരിച്ചുവിട്ട് നിൽക്കുന്ന സമയമാണ്. ഒരു താൽക്കാലിക സമിതിയാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ സാഹചര്യത്തിൽ വിനേഷിനോട് പറഞ്ഞു, നിങ്ങൾ 2 പേർക്കും ഇടയിലുള്ള മികച്ച താരത്തെ കണ്ടെത്തി അയാളെ ആയിരിക്കും 53 കിലോഗ്രാമിൽ മത്സരിക്കാനായിട്ട് വിടുക. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ട്രയൽ ഉണ്ടാകും. ആര് ജയിക്കുന്നു അയാളായിരിക്കും 53-ൽ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യുക. വിനേഷിന് അത് സ്വീകാര്യമായിരുന്നു. മറ്റേ ആൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും സ്ലോട്ടിൽ മത്സരിക്കാം. 2 പേർക്ക് ഒളിമ്പിക്സിൽ പോകാൻ പറ്റും. പക്ഷേ 53 കിലോഗ്രാമിൽ നിങ്ങളിൽ ആരാണോ ജയിക്കുന്നത് അയാളായിരിക്കും പോവുക എന്ന് ആ താൽക്കാലിക സമിതി അന്ന് വിനേഷിന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ ആ സമയത്ത് റെസ്ലിംഗ് ഫെഡറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വീണ്ടും നടന്നു. ജയിച്ച് വന്നത് സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ തന്നെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു അണി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തൻ. അയാൾ അവിടെ അധികാരത്തിൽ വന്നപ്പോൾ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ താല്പര്യപ്രകാരമുള്ള നടപടികൾ മാത്രമേ എടുക്കൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ കണ്ണിലെ കരടായിട്ടുള്ള വിനേഷ് അവിടെ നിൽക്കുകയാണ് ഒളിമ്പിക്സിന് പോകാൻ വേണ്ടി 53 കിലോഗ്രാം കാറ്റഗറി. അയാൾ വന്ന സമയത്ത് തന്നെ എടുത്ത തീരുമാനം ഇതായിരുന്നു: വിനേഷും അന്തിം പങ്കലും തമ്മിൽ മത്സരമൊന്നുമില്ല. അന്തിം പങ്കലിന് നേരെ 53 കിലോഗ്രാമിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാം. വിനേഷിന് താല്പര്യമുണ്ടെങ്കിൽ 50 കിലോഗ്രാമിലോ മറ്റോ മത്സരിക്കാം. 53-ൽ അവൾക്ക് സംബന്ധിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തു. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഒളിമ്പിക്സ് പോലെയുള്ള ഒരു മഹാ ഇവൻറ്റിലേക്ക് ഏതെങ്കിലും ഒരു മത്സരത്തിൽ നമ്മൾ ഒരു ആളെ അയക്കുമ്പോൾ ആ ആൾ നമ്മുടെ രാജ്യം കണ്ടെത്തുന്ന ഏറ്റവും മികച്ച ആളായിരിക്കും. ഈ 140 കോടി ജനത്തിലും അയാളുടെ മുകളിൽ മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ 2 പേര് നിൽക്കുകയാണ്. ഒരേ കാറ്റഗറിയിലേക്ക് മത്സരിക്കാൻ 2 വ്യക്തികൾ. ഈ 2 വ്യക്തികളിൽ ആരായിരിക്കും മികച്ചത് എന്നൊരു പരീക്ഷണം നടത്തിയില്ല. കാരണം എന്താണ്? വിനേഷിനോടുള്ള വിരോധം. വിനേഷ് അവിടെ പോകാൻ പാടില്ല എന്നതായിരുന്നു ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ താല്പര്യം. അതിനുവേണ്ടി അവർ അന്തിം പങ്കലിന് ട്രയൽ പോലും നടത്താതെ, അതായത് അവളെ കൊണ്ട് ഒരു മത്സരം പോലും നടത്തിക്കാതെ ഡയറക്റ്റ് അവൾക്ക് പോകാനുള്ള അനുമതി കൊടുത്തു. അവളങ്ങനെ അതിൽ പങ്കെടുക്കാനും പോയി. തുടർന്ന് എന്ത് സംഭവിച്ചു നമ്മൾ കണ്ടതാണ്. അന്തിം പങ്കൽ അവളുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എതിരാളിയോട് ദയനീയമായിട്ട് പരാജയപ്പെട്ട് പുറത്തായി. 10-0 തോറ്റത്. ഏതാണ്ട് 2 മിനിറ്റ് പോലും എതിരാളിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരു നാണം കെട്ട തോൽവിയാണ്. എന്നാൽ മറുഭാഗത്ത് വിനേഷിനെ തകർക്കാൻ വേണ്ടി അവളോട് പറഞ്ഞു, നീ 50 കിലോഗ്രാമിൽ മത്സരിക്കുക. 50 കിലോഗ്രാമിൽ അവൾ മത്സരിക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ശരീരഭാരം നല്ലപോലെ കുറയ്ക്കേണ്ടി വരും. 55-56 വിനേഷിൻ്റെ സാധാരണ ശരീരഭാരം. അവിടെ നിന്നും അത് കുറച്ച് 50-ലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ നല്ലപോലെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ശരീരഭാരം കുറയ്ക്കാൻ അത്ര വലിയ പ്രയാസമില്ല. നമ്മൾ കഠിനമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് അത് നിസ്സാരമായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ ധാരാളം കൊഴുപ്പുണ്ട്, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. നേരെ മറിച്ച് ഈ കായിക താരങ്ങൾ ആൾറെഡി തന്നെ അവർ ഏറ്റവും ഫിറ്റായിട്ട് നിൽക്കുകയാണ്. അവരുടെ ശരീരത്തിൽ നിന്നും കളയാനായിട്ട് ഭാരമൊന്നുമില്ല. വലിയ പ്രയാസമാണ് അവർക്ക് ഭാരം കുറയ്ക്കാൻ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 53 കംഫർട്ടബിളായിട്ടുള്ള ഒരു വെയിറ്റ് സോണായിട്ട് നിൽക്കുമ്പോൾ വിനേഷ് ഫോഗട്ട് 50 കിലോഗ്രാമിൽ എത്താൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ചു. ഒടുവിൽ അവളത് സാധിച്ചു. 50 കിലോഗ്രാം ശരീരഭാരം ഉണ്ടാക്കിയെടുത്തിട്ട് അവൾ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോയി. ഇവിടെ സഞ്ജയ് സിംഗും ബ്രിജ്ഭൂഷൺ സിംഗും ഒക്കെ ഒരുപക്ഷെ ചിന്തിച്ചത്, ഇവൾ 50 കിലോഗ്രാമിൽ എത്താൻ വേണ്ടി ശരീരഭാരം കുറയ്ക്കുമ്പോൾ ആഹാരം വെടിയേണ്ടി വരും, അവൾക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു വെയിറ്റ് നേടിയെടുക്കാൻ സാധിച്ചാൽ ശരി, വേണ്ടത്ര ആരോഗ്യം കാണില്ല, അവിടെ ചെന്ന് മത്സരിക്കുമ്പോൾ അവൾ തോറ്റുപോകും. അവൾ തോറ്റുപോകണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് 53-ലേക്ക് അവർ മത്സരം വെക്കാഞ്ഞത്. അങ്ങനെ 50 കിലോഗ്രാമിൽ പങ്കെടുത്ത വിനേഷ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് 3 പേരെയാണ് നിസ്സാരമായിട്ട് തോൽപ്പിച്ചത്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ വേൾഡ് ചാമ്പ്യനും അതുപോലെ തന്നെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ജപ്പാനീസ് താരവും ഉണ്ടായിരുന്നു. 3 പേരെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തോൽപ്പിച്ച് ഫൈനലിലെത്തിയ വിനേഷ് ഫോഗട്ടിന് പക്ഷേ അന്നത്തെ ദിവസം രാത്രി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ 3 കിലോയോളം ഭാരം കൂടിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതെന്ത് തരം ഫുഡായിരുന്നു അവൾക്ക് കൊടുത്തത്? ഒരു രാത്രി കൊണ്ട് 3 കിലോ ഒറ്റയടിക്ക് കൂടത്തക്ക പോലെ എന്ത് ഫുഡാണ് കൊടുത്തത്? വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തുമെന്നൊരു പക്ഷേ ഇവരാരും ചിന്തിച്ചിരുന്നില്ല. ഈ സംഭവം നടക്കുമ്പോൾ സഞ്ജയ് സിംഗ് പാരീസിലുണ്ട്. അതായത് റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ചെയർമാനായിട്ടുള്ള സഞ്ജയ് സിംഗ് പാരീസിലുണ്ട്. അപ്പോൾ
ഒളിമ്പിക്സിൽ ഇവൾ ഫൈനൽ യോഗ്യത നേടി അല്ലെ ഫൈനലിലേക്ക് കടന്നു എന്ന് മനസ്സിലായപ്പോൾ അവർക്കെല്ലാവർക്കും ഉറപ്പായി ഇവൾ സ്വർണം കൊണ്ടേ വരൂ. കാരണം അവള് 3 പേരെ തോൽപ്പിച്ച രീതി അവർ കണ്ടതാണ്. വളരെ നിസ്സാരമായിട്ടാണ് 3 എതിരാളികളെ അവർ തോൽപ്പിച്ചത്. കാരണം അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ശൗര്യം കിടക്കുകയാണ്. എനിക്ക് ഇവിടെ വിജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു ശൗര്യം. ആ ശൗര്യമാണ് അവളെ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾ ഫൈനലിൽ ഉറപ്പായിട്ടും സ്വർണം നേടുമെന്ന് അവർക്കറിയാമായിരുന്നു. വെള്ളി ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരിക്കലും അവൾ വെള്ളി നേടാൻ പാടില്ല, സ്വർണം നേടാൻ പാടില്ല, നാണം കെട്ട് തോൽക്കണമെന്നായിരുന്നു ഇവരുടെ ഉള്ളിലെ ആഗ്രഹം. പക്ഷേ അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ട് അവള് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇവർക്ക് അടിപതറി. അങ്ങനെ എന്തോ ചില ഗൂഢാലോചന അവളെ അയോഗ്യയാക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ പല ഗുസ്തി താരങ്ങളും സംശയിക്കുന്നു. അന്നത്തെ ദിവസം രാത്രി അവൾക്ക് കൊടുത്ത ആഹാരമാണ് അവളുടെ ശരീരഭാരം പെട്ടെന്ന് കൂട്ടിയത്. അതെന്താണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും ശരി, 3 കിലോ ഭാരം കൂടിയപ്പോൾ വിനേഷ് കഠിനമായിട്ട് പരിശ്രമിച്ച് ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചു. രാത്രി മൊത്തം ശ്രമിച്ചിട്ടും അവൾക്ക് 100 ഗ്രാമോളം എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആ 100 ഗ്രാം ഉണ്ട് എന്ന കാരണത്താൽ അവളെ ഒളിമ്പിക്സ് കമ്മിറ്റി അയോഗ്യയാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര നീതികെട്ട തീരുമാനമാണത്. ആരുടെ തീരുമാനമായാലും ഏത് നിയമമായാലും ശരി, നമ്മൾ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വിനേഷ് ഫോഗട്ട് സെമി ഫൈനൽ ജയിച്ച് ഫൈനലിൽ കടന്ന ഒരാളാണ്. അവിടെ 2 വ്യക്തികൾ തമ്മിലാണ് മത്സരിക്കുന്നത്. അതിൽ ഒരാൾക്ക് ഒരു പരിക്ക് പറ്റി പിന്മാറുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്ക് കളിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇവർ ആ ആളെ അയോഗ്യയാക്കുമോ അതോ വെള്ളി മെഡൽ കൊടുക്കുമോ? തീർച്ചയായിട്ടും വെള്ളി മെഡൽ കൊടുക്കും. മറ്റേ ആൾക്ക് സ്വർണം കൊടുക്കും. അപ്പോൾ ഇവിടെ അവൾക്ക് 100 ഗ്രാം ഭാരം കൂടുതലുണ്ട് എന്ന് കണ്ടപ്പോൾ അവൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ സമയം കൂടി കൊടുക്കാം. ഞങ്ങൾ 1 മണിക്കൂർ കഴിയുമെന്ന് പരിശോധിക്കും. നീ 1 മണിക്കൂർ കൊണ്ട് 100 ഗ്രാം ഭാരം കുറച്ചാൽ നിനക്ക് മത്സരിക്കാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ മത്സരം ക്യാൻസൽ ചെയ്യും, നിനക്ക് വെള്ളി മെഡൽ കിട്ടും, അവൾക്ക് സ്വർണ്ണ മെഡൽ കിട്ടുമെന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവളുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു പിഴവ് പറ്റി. പക്ഷേ ആ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എങ്കിലും അവരെ സംബന്ധിച്ച് ഇവൾക്ക് ഭാരം കൂടുതലുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ പോലും ചെയ്യാതെ ഇവളെ അയോഗ്യയാക്കാൻ അവരെടുത്ത തീരുമാനം പോലും നമ്മുടെ രാജ്യത്ത് നിന്നുമുള്ള ചില ആൾക്കാരുടെ പ്രേരണ മൂലമാണെന്ന് പല ആൾക്കാരും ബലമായിട്ട് സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വിനേഷ് അന്താരാഷ്ട്ര കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർബിട്രേഷൻ കോടതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിൻ്റെ വിധി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ജോയിൻ്റായിട്ട് അവൾക്ക് കൂടി വെള്ളി മെഡൽ കൊടുക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതും അവൾക്ക് കിട്ടാതിരിക്കാനുള്ള വഴികളായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്നത്. പുറമേ ഇവർ പറയുന്ന കാര്യമല്ല അവർ അടിയിൽ കൂടി ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ടിൽ അവരുടെ പ്രവൃത്തി അവൾക്കെതിരായിട്ടാണ്. അപ്പോൾ വിനേഷ് ഫോഗട്ട് ഒരു കാരണവശാലും ശരി ഒളിമ്പിക്സിൽ ഒരു സ്വർണവും ഒരു മെഡലും നേടരുതെന്ന് ഇവിടുത്തെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് തന്നെ താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ തലപ്പത്തിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ അനുയായിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അതിന് വേണ്ട എല്ലാ ശ്രമവും അവർ നടത്തിയതിൻ്റെ ഫലമാണ് വിനേഷ് ഫോഗട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിപ്പെട്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഒളിമ്പിക്സ് പോലെയുള്ള വലിയ വലിയ ഇവൻറ്റുകളിൽ പോയി ദയനീയ പ്രകടനം കാഴ്ചവെക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി. കാരണം നമ്മുടെ രാജ്യത്ത് കഴിവുള്ള ആൾക്കാർക്ക് കഴിവ് മൂലം മാത്രം ഒരിക്കലും ഒന്നുമാകാൻ പറ്റില്ല. ഇവിടുത്തെ രാഷ്ട്രീയ പുഴുക്കളുടെ കനിവ് കൂടി കിട്ടിയെങ്കിലേ, അവരുടെ ദയവുണ്ടെങ്കിൽ മാത്രമേ, അവർ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടുകയുള്ളൂ. അവരുടെ താല്പര്യത്തിനും അവരുടെ ഇംഗിതത്തിനും അനുസരിച്ച് നിന്നെങ്കിൽ മാത്രമേ കഴിവുള്ളവനും ഇവിടെ വളരാൻ സാധിക്കുമെന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് കഴിവുള്ള പലർക്കും ഒന്നുമാകാൻ പറ്റാത്തത്. മറിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ആസ്ട്രേലിയയിലും ചൈനയിലും ഒക്കെ കഴിവുള്ള ആൾക്കാരെ തേടി നടക്കുകയാണ് അവിടുത്തെ സർക്കാർ. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് ഏറ്റവും മികച്ച ട്രെയിനിങ് കൊടുത്ത് അവരെ ലോകത്തിൻ്റെ നിറയിലെത്തിക്കാനും അതുവഴി അവരുടെ രാജ്യത്തെ എത്തിക്കാനും ശ്രമിക്കും. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ സ്വർണവും കൂടുതൽ വെള്ളികളും ഒക്കെ ഒളിമ്പിക്സിൽ കിട്ടുന്നത്. നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരാൾ മത്സരിക്കാൻ കഴിവുള്ളവൻ വരുമ്പോൾ അവൻ്റെ രാഷ്ട്രീയം നോക്കും, അവൻ്റെ പാർട്ടി നോക്കും, അവൻ്റെ ജാതി നോക്കും, പലതും നോക്കും. ഒപ്പം തലപ്പത്തിരിക്കുന്ന ഏമാൻ്റെ താല്പര്യങ്ങൾ അവന് മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കും, പണം ചോദിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തെങ്കിലേ അവന് ഇങ്ങനെയുള്ള ഇവൻറ്റുകളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മുഖം കാണിക്കാനോ സാധിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാവും? ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ വിനേഷ് ഫോഗട്ടിനെ പോലെയുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം പടപെരുതേണ്ടി വന്നുവെങ്കിൽ, ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നുവെങ്കിൽ പല ആൾക്കാർക്കും അത്രമാത്രം വലിപ്പമൊന്നും കാണില്ല. ചെറിയ പ്രശ്നമുണ്ടാകുമ്പോൾ അവരിട്ടിട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാജ്യസ്നേഹവും അദ്ദേഹം പുറമേ പറയുന്നതും യഥാർത്ഥത്തിൽ ചെയ്യുന്നതും എന്താണെന്ന് ഒക്കെ നമുക്ക് വിനേഷ് ഫോഗട്ടിനെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വ്യവസ്ഥയ്ക്ക് മാറാതെ ഈ നാട് നന്നാവില്ല.
വിനീഷ് ഫോഗട്ട് എന്ന് പറയുന്നത് ഒരു ഒറ്റയാൾ പട്ടാളമാണ്. ഇപ്പോൾ അവൾ പരാതി കൊടുത്ത് അവളുടെ പരാതി കോടതി അംഗീകരിച്ച് വെള്ളി മെഡൽ അവൾക്ക് കൊടുത്താൽ അപ്പോഴും ഇവരുടെ മുഖത്ത് അവൾ നൽകുന്ന ശക്തമായ ഒരു താടനമായിരിക്കും അത്, സംശയമില്ല. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക് യു.